റിറ്റുകൾ എന്നാൽ എന്താണ്? റിറ്റുകൾ എന്നാൽ മൗലിക അവകാശത്തെ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിറ്റുകൾ എന്ന് പറയുന്നത്. റിറ്റുകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. റിറ്റുകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 266 പ്രകാരം ഹൈക്കോടതിക്കും റിറ്റുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും 266 പ്രകാരം ഹൈക്കോടതിക്കും റിറ്റുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം മൗലിക അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് നിരസിക്കാനുള്ള അധികാരമില്ല. എന്നാൽ ഹൈക്കോടതിക്ക് നിരസിക്കാവുന്നതാണ്. സുപ്രീം കോടതിക്ക് മൗലിക അവകാശ ലംഘനത്തെക്കുറിച്ചുള്ള മായി ബന്ധപ്പെട്ടുള്ള റിറ്റുകൾ മാത്രമേ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈക്കോടതിക്ക് മറ്റ് അവകാശ ലംഘനങ്ങൾക്കും റിറ്റുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അധികാരം സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ് എന്ന് പറയാം. പരീക്ഷയ്ക്ക് തെറ്റാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. ഹൈക്കോടതിയുടെ റിറ്റുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് കുറച്ചുകൂടി വിശാലം. അപ്പോൾ ഓരോ റിറ്റുകളായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്നാൽ ശരീരം ഹാജരാക്കുക എന്നതാണ്. ഹേബിയസ് കോർപ്പസ് എന്നാൽ ശരീരം ഹാജരാക്കുക. അപ്പോൾ ഈ റിറ്റ് നമുക്ക് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതായത് ഇനി പറയുന്ന 5 റിറ്റുകളാണ് മൊത്തത്തിലുള്ളത്. ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിറ്റ് നമുക്ക് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഉപയോഗിക്കാം. ആദ്യമായി ഈ റിറ്റ് പുറപ്പെടുവിച്ചത് 1215 ജൂൺ 15 ജോൺ രാജാവാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. മാഗ്ന കാർട്ടയിൽ. ഓക്കെ, അതായത് ഹേബിയസ് കോർപ്പസ് എന്ന റിറ്റ് ആദ്യമായി പുറപ്പെടുവിക്കുന്നത് 1215 ജൂൺ 15 ജോൺ രാജാവ്. ഓക്കെ, ഇത്രയും ഓർക്കാം. അടുത്തത് മാൻഡമസ്. മാൻഡമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു. നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റാണ് മാൻഡമസ്. എന്തെങ്കിലും കർത്തവ്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരെ കർത്തവ്യം ചെയ്യുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഒരിക്കലും നമുക്ക് ഈ ഉത്തരവ് സ്വകാര്യ വ്യക്തിക്ക് നേരെ പ്രയോഗിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഗവർണർ, രാഷ്ട്രപതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവർക്ക് ഇത് ബാധകമല്ല. അടുത്തതാണ് പ്രൊഹിബിഷൻ, വിലക്കുക. ഇത് കോടതികൾക്കെതിരായുള്ള നടപടിയാണ്.